അപ്പോഴേ ഞാൻ കുറച്ച് ദിവസമായിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെയാണല്ലോ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഉച്ചയപ്പോൾ അവിടെ എത്തി. ഉച്ചയ്ക്ക് ഊണൊക്കെ അവിടെ നിന്നായിരുന്നു കഴിച്ചാൽ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. എന്നിട്ട് അവിടെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും നാരങ്ങ മയമ. ഏത് റൂമിൽ നോക്കിയാലും അവിടെ എല്ലാം കിൻഡിൽ കണക്കിന് നാരങ്ങ എടുത്തിട്ട് നല്ല ഭംഗിയാണ് നാരങ്ങ കൂട്ട് കിടക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഓരോരോ ബന്ധുക്കളൊക്കെ വന്നു. അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴല്ലേ നമ്മളെല്ലാവരെയും ഒന്ന് കാണുന്നത്. അങ്ങനെ ലച്ചുവിന് ഇതിനിടയ്ക്ക് നല്ലൊരു പണി കിട്ടിയപ്പോൾ ക്യാഷൊക്കെ കൊണ്ടു തരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പൈസ മേടിച്ച് പേരെഴുതി അഡ്രസ്സ് എഴുതി ഇടുക എന്നുള്ളത് ലച്ചുവിന് കിട്ടിയ ഡ്യൂട്ടി. അപ്പോൾ അവർക്ക് നാരങ്ങ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആഷ്മിയുടെ ഡ്യൂട്ടി. അപ്പോഴത്തേക്കിനും പെൺകുട്ടിയൊക്കെ ഒരുങ്ങി വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നും പോയി ഒക്കെ നിൽക്കുക. ഈ ഒരു ഏർപ്പാട് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദന. ക്യാഷിൻ്റെ ഏർപ്പാടല്ലേ, എല്ലാം ക്ലിയർ ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ലച്ചുവിൻ്റെ കൂടെ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. ലച്ചുവിനെ കൂടെ ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് ലേറ്റായി. ഫ്രൈഡ് റൈസും ചിക്കനും അപ്പവും ചിക്കൻ സ്റ്റൂവും വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കഴിച്ചത്. ഇവർ അച്ഛനും അപ്പവും ചിക്കൻ സ്റ്റൂവാണ് കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ആഷ്മിത് എത്രാമത്തെ ഐസ്ക്രീമാണ് കഴിക്കുന്നതെന്ന് ആഷ്മിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളവിടെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഏകദേശം 10 മണിയായി ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.